അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഉള്ളി വിളവെടുക്കുകയാണ്. ഇപ്പം മഴ സമയമായി, അപ്പം മഴ അത്ര നല്ലതല്ല ഉള്ളിക്ക്. അപ്പം ബാക്കി ചെറുതൊക്കെ ചെറിയ ഉള്ളിയുണ്ട്, അത് മിക്സായി പോയി വിത്ത് എന്നാണ് പുള്ളി പറയണത്. അപ്പം അങ്ങനെ നമ്മൾ ഉള്ളികളെല്ലാം വലിച്ചു പുഴുവാണ്. വലിച്ചു പുഴുവാന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നും കൊണ്ടല്ല, ഇനി നിർത്തിയിരുന്നിട്ട് കാര്യമില്ല. മാത്രമല്ല കുറേയൊക്കെ ഞാനും ഈ ക്യാമറയും വെച്ച് മാനേജ് ചെയ്തത് പുഴുതെടുക്കുകയാണ്. മുഴുവൻ ഉള്ളിയും പുഴുതു. അത്യാവശ്യം നല്ലോണം ഉണ്ടായിരുന്നു. കുറച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ വട്ടിയോളം ഉണ്ടായിരുന്നു. പിന്നെ എന്താണ് അതിൻ്റെ ഉള്ളിൽ കുറച്ച് കുഞ്ഞുള്ളിയും പിന്നെ കുറച്ചധികം സവാള ഉണ്ടായിരുന്നു. പിന്നെ ഈ ഉള്ളിയൊക്കെ പറിച്ചതിൻ്റെ കൂടെ തന്നെ നമ്മൾ നോക്കുമ്പോൾ ചീര പറിക്കാറായി നിൽപ്പുണ്ട്, ചെറിയ ഉള്ളി ഉണ്ട്. പിന്നെ എന്താണുള്ളത്, ഓൾറെഡി കുറച്ചധികം വെള്ളരിക്ക പറിച്ച് വീട്ടിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. പിന്നെ കത്തിരിക്കയും താഴോട്ട് ചാഞ്ഞ് കിടക്കുന്ന നമ്മുടെ തക്കാളിയും പറിക്കാനുണ്ട്. അപ്പോൾ കുറേയേറെ പുള്ളി പറിച്ച് കഴിഞ്ഞു. ഇനി ഇവിടെ ചാഞ്ഞ് കിടക്കുന്നതിന് കുറച്ച് പയറുണ്ടെങ്കിൽ പറിക്കണം. പയറുകൾ കുറച്ച് അവിടെ ഇവിടെ ആയിട്ടൊക്കെ നിൽപ്പുണ്ട്, 1 2 3 പിന്നെ ഞാനിങ്ങനെ 1 2 3 പറിച്ചെടുക്കുന്നുണ്ട് പയറുകൾ. 4 5 ആയാലും നമുക്കത് മതിയല്ലോ ഒഴുക്ക് വരട്ടാനൊക്കെ കുഞ്ഞുങ്ങൾക്ക്. അപ്പോൾ അത് പയർ അങ്ങനെ എടുത്തു. പിന്നെ ഇനിയുള്ളത് പച്ചമുളകും അതുപോലെ തന്നെ കത്തിരിക്കയും പിന്നെ വഴുതനങ്ങയൊക്കെയാണ്. ഒരു പച്ചമുളക് കുറച്ച് തീരാറായി. ഒരു 2 3 പച്ചമുളക് നന്നായി കാച്ചു തുടങ്ങിയുള്ളൂ, ബാക്കിയൊക്കെ ചെറുതാണ്, പൂത്തു തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ പച്ചമുളക് പറിച്ചതെല്ലാം കൊണ്ട് എനിക്കെല്ലാം കൂടെ പിടിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാനൊരു അഡ്ജസ്റ്റ്മെന്റിൽ നിന്നിട്ട് പച്ചമുളക് ബാക്കിയും കൂടെ അടുത്തതിൽ കാച്ചു നിൽക്കുന്നതിലും കൂടെ ഉള്ളത് പറിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പച്ചമുളക് പറിച്ചു തീർന്നു. ഇനി അടുത്തത് പച്ചമുളക് തീർന്നു കഴിഞ്ഞാൽ പറിക്കാനുള്ളത് വഴുതനങ്ങയും അതുപോലെ തന്നെ കത്തിരിക്കയാണ്. അതെ, വഴുതനങ്ങ അവിടെ ഇവിടെ ആയിട്ടൊക്കെ 2 3 നിൽപ്പുണ്ട്. പിന്നെ ചാഞ്ഞ് കിടക്കുന്ന തക്കാളിന്ന് 2 3 ചാഞ്ഞ തക്കാളിക്ക പറിക്കാനുണ്ടായിരുന്നു. പുറത്തിരിക്കുമ്പോഴേക്കും ഒരു ദിവസം കൊണ്ട് തന്നെ പഠിക്കുന്നു തോന്നുന്നു. അവൻ അവിടെ കത്തിരിക്ക അകത്തു. അപ്പൊ കത്തിരിക്കയും കൂടി ഉണ്ട്. കുറച്ച് വെണ്ടയ്ക്ക ഓൾറെഡി പറിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ബാക്കി കുറച്ച് സാധനങ്ങളും കൂടി വീണ്ടും ഏതെങ്കിലും വെള്ളരിക്ക സൈഡിൽ തൂങ്ങി കിടക്കുന്നതിലുണ്ടോയെന്ന് നോക്കുമായിരുന്നു. വെള്ളരിക്ക 1 കിട്ടി. പിന്നെന്താ ചെറിയ 2 വെള്ളരിക്ക പറിക്കണമെന്ന് ചേച്ചി പറഞ്ഞോണ്ട് ചെറിയ 2 വെള്ളരിക്കയും കൂടെ പിന്നെ ഇനി അപ്പൊ തന്നെ ഏകദേശം കുറേ